ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ഒരു യാത്ര പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പെട്ടെന്നൊരു യാത്രയാണിത്. നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് കോന്നിയിലുള്ള അടവി എക്കോ ടൂറിസം അവിടേക്കാണ് പോകുന്നത്, പത്തനംതിട്ടയിൽ. അപ്പം രാവിലെ അല്ല, ഇതൊരു ഉച്ച സമയമാണ്. ഒരു 12-12:30 ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്നൊരു ഏതാണ്ടൊരു 40-50 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്രയുണ്ട്. അപ്പം യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പന്തളം വഴിയാണ് പോകുന്നത്. ചെങ്ങന്നൂർ, പന്തളം, പത്തനംതിട്ട, അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ പത്തനംതിട്ട എത്തി. പത്തനംതിട്ടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് നിർത്തിയതാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ച ഫുഡ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഇപ്പം അങ്ങ് ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാറുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് വൈബ് തന്നെ കിട്ടും നമ്മൾ ഈ ഒരു പത്തനംതിട്ട വഴി പോകുമ്പോൾ. അപ്പോൾ അത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളും പറ്റുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറയുന്നത്. ഫുൾ നമ്മുടെ വണ്ടി ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് അടവി എത്താറായി, ഏകദേശം അടുക്കാറായ ഒരു ഏരിയ ആണ്. അപ്പം ഇത് നിറച്ചും ഫോറസ്റ്റാണ്. ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കവർ ചെയ്യുന്നത് മൊത്തം ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോകുന്ന രീതിയാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു കാണുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ഈ ഒരു ലൊക്കേഷനിലെത്തി, അടവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞ ലൊക്കേഷനിലെത്തി. അപ്പോൾ അവിടെ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ടിക്കറ്റ് ആദ്യം എടുക്കണം. ടിക്കറ്റ് നിരക്ക് ഒരു കൊട്ടയ്ക്ക് 600 രൂപയാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റാണ്. പിന്നെ അവിടെ നിന്നൊരു 200 മീറ്റർ നടക്കാറുണ്ട് ഈ ഒരു കൊട്ടവഞ്ചിയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും ടോയ്ലറ്റ് ഫെസിലിറ്റീസും അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. കോന്നി ആ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കുരങ്ങന്മാരും ഉണ്ട്. നമുക്ക് ബേർഡ്സ് ചിലയ്ക്കുന്നതും കേൾക്കാം. അങ്ങനെ അത്യാവശ്യം നല്ലൊരു വൈബാണ് ഇവിടെ. നമ്മളിവിടെ എത്തിയത് ഒരു 3 മണി ആ ഒരു ടൈം, 3-3:30 ടൈമാണ്. അത്യാവശ്യം നല്ല ഒരു പെർഫെക്റ്റ് ടൈമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഉച്ച വെയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഫാമിലിയായിട്ടും അല്ലാതെയും ട്രിപ്പിന് വന്നവരും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ബോട്ട് യാത്രയ്ക്ക് നമ്മൾ ഈ കൊട്ടവഞ്ചി നമ്മുടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവസാനം നമ്മുടെ വഞ്ചി കെട്ടി ഓരോരുത്തരായിട്ട് നമ്മൾ കയറിയിരുന്നു ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം യാത്രയുണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ട്. വളരെ പതുക്കെയാണ് നമ്മൾ ഈ കൊട്ടവഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ അത്യാവശ്യം ഇങ്ങോട്ട് വരുന്ന വഞ്ചിയും തിരിച്ച് അങ്ങ് സ്റ്റാർട്ടിങ്ങിന് പോകുന്ന വഞ്ചിയും അങ്ങനെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചൊന്ന് ട്രാഫിക്കാണ്. പക്ഷെ അത് അവിടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ.
അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇതൊരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ്. എന്നുവെച്ചാൽ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. വെയിലുണ്ടെങ്കിൽ പോലും അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ മേളിൽ കൂടാണ് പോകുന്നത്. ഇപ്പം അതിൻ്റെ ആ ഒരു നല്ല കാറ്റും വെളിച്ചവും നല്ലൊരു ഒരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ വെള്ളത്തിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീനുകളെ കാണാൻ പറ്റും. ചെറിയ ചെറിയ മീൻ, വലിയ മീനുകൾ. പിന്നെ ഈ ഒരു സമയം ജാനുവരി ടൈം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ വെള്ളം കുറവാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും വെള്ളം കുറവാണെന്നാണ് പറയുന്നത്. അധികം ആഴമില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഉള്ള ടൈമിലാണെങ്കിൽ ഇവർ താഴോട്ട് ഈ കൊട്ടവഞ്ചി ഇടുന്നുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അത് നല്ല ഒഴുക്കും വെള്ളമുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അഡ്വഞ്ചർ സ്പോട്ടായിട്ട് കിട്ടും. അതെന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് താഴോട്ട് ഒഴുക്ക് പോകുന്ന സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം അത് താഴേക്ക് പോകുന്നൊരു ചെറിയൊരു അഡ്വഞ്ചർ ഫീലിംഗ് കിട്ടും. പക്ഷെ ഇത് നമ്മൾ പോയ ടൈമിൽ വെള്ളം കുറവായതുകൊണ്ട് അത് നടക്കത്തില്ല. പക്ഷെ എന്നാലും ഇത് നല്ലൊരു അഡ്വഞ്ചറാണ്. ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അതിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതാണ് ഈ ഒരു കൊട്ടവഞ്ചിയുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളി അവിടെ ഇട്ട് നമ്മളെ കുറച്ച് നേരം ഇട്ട് നമ്മളെ കറക്കും ആ ഒരു വഞ്ചിയിലിട്ട്. ഇത് അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചറാണ്. എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തൊരു ടൈമാണിത്. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ഈ ഒരു അടവി എയർപോർട്ട് ദിവസം ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ അവസാനം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായയും കടിയും കഴിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.